In this video, we are going to talk about the term population inversion and pumping. ഇനി നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ലേസർ ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയൽ ഉണ്ടെന്ന് വെച്ചോളൂ, ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ആറ്റംസ്. നമുക്ക് പറയാൻ പറ്റും ഈ ആറ്റത്തിനെല്ലാം രണ്ട് എനർജി ലെവൽസ് പോസിബിൾ ആണ്, E1 ആൻഡ് E2. E1 ഈസ് ദി ഗ്രൗണ്ട് സ്റ്റേറ്റ്, E2 ഈസ് ദി എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പോൾ ചില ആറ്റംസ് ഒക്കെ എന്തിലായിരിക്കും? ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും. ചില ആറ്റംസ് ഒക്കെ എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കും. നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്ന നേരം ഇലക്ട്രോൺ വിൽ ബി ഇൻ ദി ഇലക്ട്രോൺ ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ ആ ആറ്റം ഗ്രൗണ്ട് സ്റ്റേറ്റിലാണെന്ന രീതി നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? നമ്മൾ ആ ഒരു ആറ്റത്തിനെ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് വരയ്ക്കുക. നമ്മളിങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ച് ആറ്റംസ് എന്തായിരിക്കും? ഗ്രൗണ്ട് സ്റ്റേറ്റിലുണ്ടാവും. ആൻഡ് സം ആറ്റംസ് വിൽ ബി ഇൻ ദി എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പം ഇതിൽ N0 number of particles total ആയിട്ടുണ്ടെന്ന് വെക്കുക. സപ്പോസ് ദർ ആർ N0 number of total number of atoms. അതിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും, ഒരു ഫ്രാക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആറ്റംസ് എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കും. അപ്പം നമുക്ക് അതിന് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഒക്യുപ്പൈങ് എ പർട്ടിക്കുലർ എനർജി ലെവലിനെയാണ് നമ്മൾ ആ എനർജി ലെവലിലെ പോപ്പുലേഷൻ എന്ന് പറയാം. സപ്പോസ് ഇതിൽ 10 ആറ്റംസ് ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്, അങ്ങനെയാണെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 10 ആയിരിക്കും. 2 ആറ്റംസ് എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ്, അങ്ങനെയാണെങ്കിൽ എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും. ഇനി നമ്മൾ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന ടേമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പോപ്പുലേഷൻ എന്താണെന്ന് പഠിച്ചു, ഇനി പോപ്പുലേഷൻ ഇൻവേർഷൻ ആണ് നോക്കാം. വി ഹാവ് ടു ഫൈൻഡ് ദി പോപ്പുലേഷൻ ഓഫ് ദി ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പം നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് കൺസിഡർ ചെയ്യണം. ലെറ്റ് N1 be the number of particles in the ground state. അപ്പോൾ നമ്മുടെ ബോൾസ്മാൻ ഇക്വേഷൻ പ്രകാരം N1 is equal to N0 into e raised to minus E1 divided by KT ആണ്. ഇത് നമ്മുടെ ബോൾസ്മാൻ ഇക്വേഷൻ ആണ്, നമുക്ക് പഠിക്കാനുണ്ട് തെർമോഡൈനാമിക്സിൽ. അതായത് ഏതൊരു എനർജി ലെവലിലെയും പോപ്പുലേഷൻ എന്ന് പറയുന്നത് N0, the total number of particles, into e raised to minus of energy of that particular energy level. ഏത് എനർജി ലെവലിലെ പോപ്പുലേഷൻ ആണോ പഠിക്കുന്നത് അവിടുത്തെ എനർജി ഡിവൈഡഡ് ബൈ K ഇൻറ്റു ടി. ടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടെമ്പറേച്ചർ, K എന്ന് പറഞ്ഞാൽ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. അപ്പോൾ N1 എന്ന് പറയുന്നത് N0 e raised to minus E1 by KT. ആൻഡ് ദ പോപ്പുലേഷൻ ഓഫ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, നമ്മൾ എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ പോപ്പുലേഷൻ എങ്ങനെ എടുക്കാം? ഇതുപോലെ തന്നെ എക്സൈറ്റഡ് സ്റ്റേറ്റ് E2 ആണ്. ദെൻ N2 is equal to ഇതുപോലെ തന്നെ N2 is equal to N0 into e raised to minus എന്ത് എനർജി ആയിരിക്കും? സെക്കൻഡ് സ്റ്റേറ്റ് അല്ലേ, E2 ഡിവൈഡഡ് ബൈ K ഇൻറ്റു ടി. അപ്പോൾ ഇങ്ങനെയുള്ള 2 ഇക്വേഷൻസ് ആണ് നമുക്ക് പോപ്പുലേഷനായിട്ട് കിട്ടുക. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ വി ഹാവ് ടു കമ്പയർ N1-ലാണോ N2-ലാണോ ഒരു സാധാരണ രീതിയിൽ കൂടുതൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവുക. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യും. വി ഡിവൈഡ് 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പം നമുക്ക് എന്ത് കിട്ടും? N1 ഡിവൈഡഡ് ബൈ N2 ഇസ് ഈക്വൽ ടു, ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ N0 കോമൺ ആണ്, ക്യാൻസൽ ആയി പോകും. നമുക്ക് എന്ത് കിട്ടും? e raised to minus E1 by KT divided by e raised to minus E2 by KT. ഇങ്ങനെ കിട്ടും. e raised to a divided by e raised to b is equal to e raised to a minus b ആണ്. അപ്പം നമുക്ക് this implies N1 by N2 is equal to e raised to minus of E1 minus E2 by KT. അപ്പോൾ നമുക്ക് N1 by N2 എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും. സോ ദിസ് ഈസ് ദി എക്സ്പ്രഷൻ. അപ്പം നമുക്ക് ഈ എക്സ്പ്രഷനിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ദിസ് ടേം ഈ raised to E1 minus ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 1. അപ്പം ഈ ടേമിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദി എക്സൈറ്റഡ് സ്റ്റേറ്റ്. എപ്പോഴും നോർമൽ കേസിൽ നമ്മളെ പോപ്പുലേഷൻ എങ്ങനെയാണ് ഉണ്ടാവുക? ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള പോപ്പുലേഷൻ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള പോപ്പുലേഷനേക്കാളും കൂടുതലായിരിക്കും. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും ഏറ്റവും കൂടുതൽ പാർട്ടിക്കിൾസ്
ഉണ്ടാവുക സാധാരണ രീതിയിൽ. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ അതിനേക്കാൾ കുറവ് പാർട്ടിക്കിൾസ് ആണ് ഉണ്ടാവുക. ഇനി പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ലേസറിൽ സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ് വേണ്ടത്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കണ്ടീഷൻ ആവുന്ന നേരം ദാറ്റ് ഈസ് വെൻ N1 ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ N2. ഇവിടെ ഗ്രൗണ്ട് സ്റ്റേറ്റിലല്ലേ കൂടുതൽ പാർട്ടിക്കിൾസ് ഉണ്ടാവുക. അങ്ങനെയുള്ള കണ്ടീഷൻ നമ്മൾ പറയും absorption is greater than stimulated emission. പക്ഷേ നമുക്ക് ലേസറിൽ എന്താ വേണ്ടത്? സ്റ്റിമുലേറ്റഡ് എമിഷൻ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ അബ്സോർപ്ഷൻ. അപ്പം നമുക്ക് എന്ത് വേണം? പോപ്പുലേഷൻ ഇൻവേർഷൻ വേണം. ഇനി എങ്ങനെയാണ് ഒരു പോപ്പുലേഷൻ ഇൻവേർഷൻ റെപ്രസെന്റ് ചെയ്യുക? അപ്പോൾ പോപ്പുലേഷൻ ഇൻവേർഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഗ്രേറ്റർ ദാൻ ദി എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു മെത്തേഡ് വഴി നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിനെ, അതായത് E2ലുള്ള പാർട്ടിക്കിൾസിനെ E1ലുള്ള പാർട്ടിക്കിളിനേക്കാളും ഗ്രേറ്റർ ആക്കാണ്. ദാറ്റ് ഇസ് ഇവിടെ എന്താ കണ്ടീഷൻ? N2 ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ N1. ഇവിടെ N1 ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ N2. ലേസറിന് വേണ്ടത് ഈ ഒരു കണ്ടീഷനാണ്. അപ്പോൾ ദിസ് ഈസ് ദി ഫിനോമിനൻ ഓഫ് പോപ്പുലേഷൻ ഇൻവേർഷൻ. ഇങ്ങനെ ഹയർ ലെവലിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂട്ടുക. അപ്പം എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ദ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നത് എന്തിനേക്കാൾ കൂടുതലായിരിക്കും? വിൽ ബി ഗ്രേറ്റർ ദാൻ അബ്സോർപ്ഷൻ. കാരണം അബ്സോർപ്ഷൻ നടത്താനുള്ള ഇലക്ട്രോൺസിനേക്കാൾ കൂടുതൽ ആരാണുള്ളത്? എമിഷൻ നടത്താൻ വേണ്ടിയിട്ട് ഹയർ എനർജി ലെവലിലുള്ള ആറ്റംസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ദിസ് ഈസ് ദ കണ്ടീഷൻ റിക്വയർഡ് ഫോർ എ ലേസർ. ആൻഡ് ഈ കണ്ടീഷൻ നമുക്ക് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലോവർ ലെവൽസിലുള്ള ഇലക്ട്രോണിനെ ഹയർ ലെവലിലേക്ക് പമ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ അങ്ങനെ പമ്പിങ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ഫിനോമിനനെയാണ് നമ്മൾ എന്ത് പറയുക? പമ്പിങ്. അപ്പോൾ നമ്മൾ പമ്പിങ് എന്ന് പറഞ്ഞാൽ ഹയർ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസമാണ്. വൺ ഓഫ് ദി മെത്തേഡ് ഓഫ് പമ്പിങ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ പമ്പിങ് ആണ്. ഒപ്റ്റിക്കൽ പമ്പിങ്, large number of pumping methods ഉണ്ട്. So this is the population inversion and pumping.